ഇന്നാണ് എന്റെ മോളെ കാണാൻ വരുന്നത്. അമ്മാവന്റെ മോളക്കെന്തോ പറ്റി? എന്റെ മോളെ കാണാനല്ല, നിന്നെ എന്റെ മോളെ പെണ്ണ് കാണാൻ ചെറുക്കന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്. പിന്നെ നിന്നെ കേട്ടാമെന്ന് ചെറുക്കൻ യൂറോപ്യൻ ക്ലാസ് വെച്ചാ. യൂറോപ്യൻ ക്ലാസ് അല്ല, അവൻ യൂറോപ്പിൽ സെറ്റിൽഡ് ആണ്. ഈ ചെറുക്കൻ വളർന്നതും പഠിച്ചതും എല്ലാം യൂറോപ്പിലാ. ഈ പച്ചൻ പഠിച്ചിട്ടില്ല, പള്ളിക്കൂടത്തിൽ പോയിട്ടുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ പച്ചനല്ല, ഈ കൊച്ചൻ. ദൈവത്തെ ഓർത്ത് അവർ നിന്നെ കാണാൻ വരും. ഇതുപോലത്തെ മണ്ടത്തരൊന്നും വിളിച്ച് പറയരുത്. ഞാൻ പറയത്തില്ല, അമ്മാവൻ തന്നെ അങ്ങ് പറഞ്ഞേച്ചാ മതി. എടി, നിനക്ക് ഞാനിത് എത്രാമത്തെ കല്യാണാലോചന കൊണ്ടു തരുന്നത്? നിങ്ങൾ ഇത് കേൾക്കണോ? കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. കുളമാവിന്ന് വന്നതോ ആദ്യം ഇവള് കുളമാക്കി. തൃപ്പൂണിത്തറയെന്ന് വന്നത് തൃപ്തിയായില്ലെന്ന് പറഞ്ഞു. ആലുവയെന്ന് വന്നതോ ആലോചിക്കാന്ന് പറഞ്ഞ് അത് ഇവൾ ഒഴിവാക്കി. ഈ കല്യാണാലോചന എവിടുന്നാണാവോ? തലപ്പേര് ഞാൻ പറയത്തില്ല. എന്താ? അത് കൗണ്ടറില്ല. എന്തിനാണ് നീ ഇങ്ങനെ അവിടെ കിടിക്കുന്നത്? അല്ല, അമ്മാവൻ പറഞ്ഞ തമാശയ്ക്ക് ഒരു മരിമോളെന്ന നിലയ്ക്ക് ഞാൻ ചിരിച്ചത്. ഞാൻ തന്നെ ഇതെല്ലാം കേൾക്കണം. നിന്റെ അമ്മ എത്തിനും പോയത് പിന്നെ ഞാനല്ലേ നിന്നെ നോക്കിയത്. ഈ അമ്മ നിനക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? എനിക്ക് ആപ്പാടുള്ള ഓർമ്മ ഈ അമ്മാവന്. അമ്മാവൻ കാരണം എന്റെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പോയത്. രക്തബന്ധത്തെക്കാൾ വിലയുണ്ടായിരുന്നല്ലേ പൈസയുടെ കെട്ടുകൾക്ക്. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇത് അഭിനയമല്ല, ഇത് ഉള്ളിന്ന് വന്നതാണ്. ഓ, സമാധാനം. ഇന്നെങ്കിലും ഒന്ന് ഉള്ളിന്ന് വന്നല്ലോ. സാധാരണ കിഴങ്ങിന്നാണേ വരാറ്. അമ്മാവാ, ഞാൻ സീരിയസ് ആണേ. സീരിയസ് ആണ്. എപ്പിസോഡായിട്ട് മോൾ ഒരു കാര്യം ചെയ്ത് ഇറക്കി വിട്. എന്നെ ജയിലിൽ കയറ്റിയേക്കരുത്. അമ്മാനെ കൊന്ന കുറ്റത്തിന്. സീരിയസ് ആയിട്ടാണോ? അല്ല, എപ്പിസോഡായിട്ട് ഇറക്കാൻ വേണം. അയ്യോ, നിന്നെ കാണാൻ ഇപ്പൊ ആ ചെറുക്കൻ ഇങ്ങോട്ട് വരും. അന്നേരം മൊത്തത്തിലൊന്ന് ഒതുങ്ങണം. അങ്ങനെയാണ് ആദ്യം ഒതുക്കേണ്ടത് അമ്മാവനെ. നീ അത് ചെയ്യും. നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയിരിക്കെ. ഞാൻ വിളിക്കുമ്പോ വേണം നീ വരാൻ. മനസ്സിലായല്ലോ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താ അമ്മാവാ? പെണ്ണ് കാണാൻ പോകുന്ന കൊച്ചു നടന്നു വരുന്നുണ്ടോ? ചാടിത്തുള്ളി എടി, ഞാൻ കാണിക്കുന്ന പോലെ നീ വരണം. ഞാൻ വിളിക്കുമ്പോ ഇങ്ങനെ വേണം. ശ്രദ്ധിച്ചു കണ്ടോണേ. ഇങ്ങനെ വേണം വരാൻ. നാണമില്ലേ? നാണമൊക്കെ നീ കൈ അങ്ങോട്ട് ഇട്ടാ മതി. അതല്ല, അമ്മാവൻ ഇതേമാതിരി കോക്കാമ്പീച്ചി കാണിക്കാൻ നാണമില്ലേ? ഇങ്ങനെ ഒരു അമ്മാവനും ഉണ്ട്. ഹലോ. ഞാൻ കൃത്യമായിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാർഗമധ്യേ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. കുട്ടിയെ കണ്ടുടനെ ഒരു ചിത്രം ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ഓക്കെ, ശരി. നമസ്കാരമുണ്ട്. ഞാൻ ഇടുക്കിന്ന് വരുന്നു. ഇടുക്കിന്ന് വരാൻ നീ എന്നാ മലവെള്ളമാണോ? ഹാസ്യം. ഈ സ്ഥലത്തിന് എന്താകും? ഇത് ഒന്നിന് താഴെയാ. ഒരുത്തിനോടന്ന് പോയാൽ ഒന്നിന് മേലെയാകും. ആര്? താൻ തന്നെ. വരുന്നത് അതല്ലെന്ന്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങ് യൂറോപ്പിൽ നിന്ന് വന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ്. അതെന്റെ ഒരു കൂട്ടുകാരനാണ്. മനസ്സിലായി. അല്ല, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അത് ഞാനൊരു ഖാദികനാണ്. ഇടുക്കി ജില്ലയിലെ മുക്കിലും മൂലയിലും കഥാപ്രസംഗം നടത്തുന്ന ഒരു എളിയ കഥാകാരനാണ് ഞാൻ. ഈ ഷേഡൊന്നും കിട്ടാത്തോണ്ടാണ് ഈ മുക്കിലും മുല്ലും ചെയ്തോണ്ട് നടക്കുന്നത്. പിന്നെ ഹാസ്യം അതല്ലെന്ന്. എന്നെ അങ്ങോട്ട് പിടിയിട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. പണ്ടൊരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു. കൂട്ടത്തല്ലി. കഥാപ്രസംഗം കൂട്ടത്തല്ലോ? അങ്ങനെ ഒരു കഥാപ്രസംഗത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് കഥാപ്രസംഗത്തിന്റെ പേരല്ല. ഞാനൊരു കഥാപ്രസംഗം അങ്ങോട്ട് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. കൂട്ടത്തല്ലായി. അവിടത്തെ കമ്മറ്റിക്കാരും കാഴ്ചക്കാരും ആയിരുന്നു തല്ല്. എന്നിട്ട് എന്തൊരു വലിയ പ്രശ്നമായിരുന്നറിയാവോ? എന്നിട്ട് ഞാൻ എന്റെ കണ്ണി കണ്ട ഒരു ഊട് വഴി കൂടെ ഇളുത്തൊരൊറ്റ ഓട്ടം ഓടി. അതിപ്പോ ഒരു റോഡായി. അത് അറിയപ്പെടുന്നത് എന്റെ പേരിലാണ്. ഖാദികൻ റോഡ്. തന്റെ കാര്യം പറയാ. ചെറുക്കനെ പറ്റി വല്ലതും പറയുന്നുണ്ടോ? ചെറുക്കൻ എന്റെ കൂട്ടുകാരനായോണ്ട് പറയുമല്ല. ചെറുക്കനെ കുറിച്ച് ഞാൻ പറയാം. പണ്ട് കേരതിരകൾ തിങ്ങിപ്പാർത്തിരുന്ന കൊച്ചു കേരളത്തിൽ നിന്നും വ്യവസായത്തിന് പോയ മണ്ണന്തൊടി മാമച്ചന്റെ മകൻ മനോ. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ണത്തിനൊത്ത പൊക്കമുള്ള പൊക്കത്തിനൊത്ത വണ്ണമുള്ള വണ്ണത്തിനൊത്ത പൊക്കമുള്ള പൊക്കത്തിനൊത്ത വണ്ണമുള്ള. അതെ, ഇവന്
വണ്ണവും പൊക്കോ അല്ലാതെ വേറൊന്നും ഇല്ലേ? ഉണ്ട്. എന്നാ അത് പറ. മലയാള നാടിന്റെ മന്നനീവൻ, മലയാള നാടിന്റെ മന്നനീവൻ. അതാണ് നമ്മുടെ കഥാനായകൻ മനു. അല്ല, ചെറുക്കന്റെ പേരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ല, ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്? സ്വഭാവം അത് പറഞ്ഞുതരാം. വലിക്കില്ല കുടിക്കില്ല വായ്നോട്ടം അവനില്ല, സുന്ദരനാണവൻ ചെത്തു പയ്യൻ. വലിക്കില്ല കുടിക്കില്ല വായ്നോട്ടം അവനില്ല, സുന്ദരനാണവൻ ചെത്തു പയ്യൻ. കഥാപ്രസംഗം. ഇത് കഥാപ്രസംഗമല്ല, നിന്റെ അതേ പ്രസംഗം. അതേ പ്രസംഗം പറഞ്ഞപ്പോഴാ ആ കുട്ടിയെ വിളിക്കൂ. ആ, മോളെ വാ. എന്താ പേര്? വീണ. ഇവക്കടെ പേരിലാണ് ഈ വീട്. ഇവക്കടെ പേരാണ് വീട് സ്ഥലമൊക്കെ? വീട് സ്ഥലമല്ല, വീട്ടുപേര് മാത്രമാണ് ഇവക്കടെ പേര്. ചേട്ടന്റെ പേരെന്താ? ചേട്ടനോ? എന്റെ പേര് ജോബി. ജോബ് എന്താ? ജോബില്ല. ജോബില്ല. ജോബി ചേട്ടന്റെ വീട്. എന്റെ വീട് ഇടുക്കി. ആഹാ, ഇടുക്കിയിൽ എന്തൊക്കെയുണ്ട്? ഇടുക്കിയിൽ കുന്നുണ്ട്, തേയിലത്തോട്ടമുണ്ട്, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുണ്ട്. അതെങ്ങനെ? എനിക്ക് സംശയം. 12 വർഷം കൂടുമ്പോ എങ്ങനെ നീലക്കുറിഞ്ഞു നോക്കുന്നത്? എന്റെ കൊച്ചെ, നമ്മൾ എന്തൊരു സാധനമായാലും കുറെ നാളെ എടുക്കാതിരുന്ന അത് പൂത്തുപോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഇടുക്കിയെ കുറിച്ച് പറയാം. കുടുകുട പെയ്യുന്ന മഴയുണ്ട്, കിടുകുട വിറയ്ക്കുന്ന തണുപ്പുണ്ട്. കുടുകുട പെയ്യുന്ന മഴയുണ്ട്, കിടുകുട വിറയ്ക്കുന്ന തണുപ്പുണ്ട്. പുഴയിൽ നിറയെ മീനുണ്ട്, മലയിൽ നിറയെ മാനുണ്ട്. പുഴയിൽ നിറയെ മീനുണ്ട്, മലയിൽ നിറയെ മാനുണ്ട്. മീനുണ്ട്, മാനുണ്ട്, വെയിലുണ്ട്, മലയുണ്ട്, ഞാനുണ്ട്, നീയുണ്ടോ? അല്ല, അതാണ് ഇടുക്കി. അത് കിടുക്കി. മിടുക്കി. മുടക്കി. എന്താണ്? കല്യാണം. അത് മുടക്കിയാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഇടുക്കിലോട്ട് പോരുന്നു. അല്ല, അപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ആണോ? അതല്ലേ മറ്റേ യൂറോപ്യൻ പയ്യൻ. നിങ്ങൾ എന്തൊരു വിട്ടിയാണോ? അവൻ യൂറോപ്പിൽ പോയിട്ട് എത്ര കൊല്ലമായി? അവൻ അവിടെ പെണ്ണേം കേട്ടി 2 കൊച്ചുങ്ങളും കാണും. എനിക്കറിയാവുന്ന കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വിളിക്കുന്നു 100 ആയുസ്. ഹലോ, എടാ, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞല്ലാടാ. കഥാപ്രസംഗത്തിനിടയ്ക്ക് സിമ്പൽ അടിക്കും പോലെ കടന്നങ്ങ് വിളിച്ചോണം. ആര്? ആ യൂറോപ്യൻ പയ്യൻ. ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു ശല്യമാണെന്നറിയാമോ? ഇവരെ കൊണ്ട് അമ്മാര് ശല്യമാണ്. നിങ്ങളെ മോൾ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക്. അതാണ് നല്ലത്. വൈബ്രേഷൻ അടിക്കുന്നത്. പിന്നെ പോ അവിടുന്ന്. അല്ല പിന്നെ എന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. പിന്നെയും ചേട്ടനും നമ്മുടെ കല്യാണം നടക്കും. അതിന് നീ ആരാ? പ്രീതി, ഞാൻ എന്റെ കഥ പറയാം. അല്ല, കഥ പറയാൻ വരട്ടെ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശനുണ്ട്. അതെങ്കിലും 1 വയസ്സാകുമ്പോ മുത്തശ്ശനാവും. ഒരു വയസ്സായ മുത്തശ്ശനല്ല, എന്റെ വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശനുണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ? എന്റെ മുത്തശ്ശനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എഴുത്താണ്. അതാ നിന്റെ മുത്തച്ഛൻ പോസ്റ്റ് ഓഫീസാ? അതല്ലെന്ന്, എന്റെ മുത്തശ്ശൻ ഒരു എഴുത്തുകാരനായിരുന്നു. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതുന്ന ഒരാളായിരുന്നു എന്റെ മുത്തശ്ശൻ. മുത്തശ്ശന്റെ ഒരു കൃതി അറിയാമോ? ഇല്ല. അന്ധവിശ്വാസമേ വിടാ വിടാ. പുള്ളിയുടെ. പിന്നെ എന്റെ കൂടെ വരാനിരുന്നതാന്ന്. നട്ടെന്താ വരാഞ്ഞേ? പാതിയോടെ വരെ വന്നപ്പോഴത്തേക്ക് ഒരു കറുത്ത പൂച്ച എടുത്ത് വട്ടം ചാടി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് 4 തുപ്പും തുപ്പി ആ മുത്തച്ഛൻ അങ്ങ് വീട്ടിൽ പോയി. അമ്മ മുത്തച്ഛനും കൊള്ളാം, മരുമോനും കൊള്ളാം. എടാ, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നീ മുത്തച്ഛനെ പറ്റി പറയാതെ നിന്റെ കഥ പറയടാ. ഞാൻ എന്റെ കാര്യം പറഞ്ഞുപോയി. അപ്പൊ ഞാൻ എന്നെ കുറിച്ചൊക്കെ പറയാം. കണ്ടാൽ ഞാനൊരു സുന്ദരനാ, നാട്ടിലെ കിന്നര കോമളനാ, കാമിനിമാരുടെ കമുകനാ. എന്താ നിനക്ക്? മിഷവടിച്ചാൽ ഷാറൂഖ് ഖാൻ, മസിലി പെരിപ്പിച്ചാൽ സൽമാൻ ഖാൻ. എങ്ങനെയുണ്ട്? നിനക്ക് എന്താണ് ഇരുന്നിട്ട്? 1000 യൂറോപ്പുകാരുടെ കല്യാണം മുടങ്ങിയാലും ഒരു മലയാളിയുടെ കല്യാണം മുടങ്ങരുത്. മനസ്സിലായില്ല? എനിക്ക് വേണം വീണേ. അതെ, ഇവിടെ വീണയില്ല, പകരം പഴയ ഒരു മൃദംഗം ഇരിപ്പുണ്ട്. അത് മതിയോ? ഈ തലയ്ക്കകത്ത് ഓളം തെറ്റി കിടക്കുന്നവരത് എന്തോന്ന് പറയാനാണ്? അതല്ലെന്ന്, എനിക്ക് ഈ വീണയെ കെട്ടിച്ചേർന്നോന്ന്. എങ്ങനെ? താലി എടുത്ത് കഴുത്തി കെട്ടിട്ട് ഞാൻ അങ്ങ് കെട്ടിക്കൊണ്ട് പോവും. എന്ത്? ഇയാള് പറയുന്ന കേട്ടില്ലേ? എനിക്ക് ഇവിടെ കെട്ടിച്ചേർന്നോന്ന്. പറ്റൂലെന്ന് പറയില്ലേ? പറ്റൂല. പ്ലീസ്.